ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് ആദ്യമേ തന്നെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, ഈ പ്രശ്നം വല്ലാത്ത രീതിയിൽ രൂക്ഷമായി മാറിയിരിക്കുകയാണ്. ഞാൻ ഒരു 4 ആഴ്ചയ്ക്ക് മുമ്പ്, ഓൾമോസ്റ്റ് എ മന്ത് എഗോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ ചൈനയുടെ ഫൈറ്റർ ജെറ്റിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് മാറുകയാണെന്നുള്ളത്. അതുകൊണ്ട് അതിനെ തുടർന്ന് അവർ അഫ്ഗാനിസ്ഥാൻ്റെ ഉള്ളിൽ ചൈനയും പാകിസ്ഥാനും കൂടി ചേർന്നിട്ട് J-17 ഫൈറ്റർ ജെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര പേര് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ വാർത്തകൾ 2 ചാനലുകളിലും മാറി മാറി കാണുന്ന ആൾക്കാർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിനെ തുടർന്ന് പാകിസ്ഥാൻ ഏതെങ്കിലും ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുമായിരുന്നു. ആ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ഒരു 3 ആഴ്ചകൾ കൊണ്ട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊമ്പ് കോർത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ബോർഡർ ഏരിയകളിൽ നിരവധി മേഖലകളിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഉള്ളിൽ കടന്നു കയറിയിട്ടുണ്ട്. പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്കായിട്ട് ആക്രമണങ്ങൾ അഫ്ഗാനിസ്ഥാൻ്റെ മേളിൽ നടത്തുന്നുമുണ്ട്. 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇതേപോലെ ഒരു എയർ സ്ട്രൈക്ക് കാബൂളിൽ നടത്തിയിട്ടുണ്ടായിരുന്നു, കന്ദഹാറിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനെതിരെ അഫ്ഗാനിസ്ഥാൻ ഞങ്ങൾ തിരിച്ചടിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ബോർഡർ ഏരിയയിൽ അഫ്ഗാനിസ്ഥാൻ്റെ സോൾജേഴ്സിനെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. പല ബോർഡർ സെക്യൂരിറ്റി ഓഫീസുകളും ഇവർ കയറി പിടിച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനികൾ. അതേപോലെ പാകിസ്ഥാൻ്റെ ആർമിയും നിരവധി ഏരിയകൾ ബോർഡറിൻ്റെ ഇപ്പുറത്ത് വന്നിട്ട് നിരവധി ചെക്ക് പോസ്റ്റുകളൊക്കെ ഇവരും കയ്യേറിയിട്ടുണ്ട്. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെ പാകിസ്ഥാൻ സോൾജേഴ്സാണ് ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത്. അതിന് കാരണമായി പറയുന്നത് പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെയുള്ള തെഹ്രീക്ക് താലിബാനികളെയാണ് ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ ആർമി വരെ ചൂണ്ടിക്കാണിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ പറയുന്നത് ഈ തെഹ്രീക്ക് താലിബാനുകളും ഞങ്ങളും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാന്റെ ഇപ്പോൾ ഈ മൊമെന്റ് വരെയുള്ള നിലപാട്. പക്ഷേ പാകിസ്ഥാൻ ഇത് അംഗീകരിക്കാൻ തയ്യാറല്ല. പാകിസ്ഥാൻ ഈ ഖൈബർ പഖ്തൂൺവ ഏരിയയിൽ കിടക്കുന്ന തെഹ്രീക്ക് താലിബാനികളെയും ഈ അഫ്ഗാൻ താലിബാനികളെയും ഒരേ ടീമായിട്ടാണ് കരുതുന്നത്. അപ്പോൾ എന്തായാലും പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അഫ്ഗാനിസ്ഥാൻ്റെ ഉള്ളിൽ കാബൂളിൽ ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊന്നുമല്ല. നമ്മുടെ കേരളത്തിലെ GH ജനറൽ ഹോസ്പിറ്റലുകളോ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകളോ പോലും ഇതിനേക്കാളും മെച്ചപ്പെട്ട സംവിധാനങ്ങളാണ് ഉള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഹോസ്പിറ്റൽ. അവിടെ ചികിത്സ നടക്കുന്നുണ്ട്, ചികിത്സ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്, ആൾക്കാർ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഡേ കെയർ യൂണിറ്റ് ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ശരിക്കും 2000 ബെഡ് ഉണ്ട്. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. 2000 ബെഡ്, 2000 ബെഡ് ഉണ്ട്. ഇതിനെയാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. പ്ലസ് അതിൻ്റെ ഫെസിലിറ്റി, അതാണ് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇന്ത്യയിലും കേരളത്തിലും നിരവധിയുണ്ട്. ഇത്തരത്തിലുള്ള ഫെസിലിറ്റികളോ സംവിധാനങ്ങളോ ഉള്ള ഒരു ഹോസ്പിറ്റലല്ല ഇത്. വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ വന്ന് ചികിത്സ തേടുന്ന ഒരു ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിന് മേളിലാണ് പാകിസ്ഥാൻ എയർ സ്ട്രൈക്ക് നടത്തിയത്. ഞാനിപ്പോൾ കാണിക്കുന്ന ഒരു പോസ്റ്റ് നിങ്ങൾ കണ്ടോണം. ഈ പോസ്റ്റ് ഷഹബാസ് ഷെരീഫ് പോസ്റ്റ് ചെയ്യുന്നതാണ്, പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർ. അയാൾ പറഞ്ഞിരിക്കുന്നത് ഹോസ്പിറ്റലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്ന ആൾക്കാർ ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞ ആ ഒരു സംഭവത്തിന് ഒരു വിലയും കൊടുക്കാത്ത ആൾക്കാരാണെന്നാണ് പുള്ളിക്കാരൻ എഴുതിയിരിക്കുന്നത്. ഇപ്പം ഇതിനകത്തുനിന്ന് ഇത് പുള്ളിക്കാരൻ എന്തിനാണ് എഴുതിയത്? പുള്ളിക്കാരൻ എഴുതിയത് ഇസ്രായേല് ഹമാസിനെ തെരഞ്ഞു പിടിച്ച് ആശുപത്രികളെ മറയാക്കിക്കൊണ്ട്, സിവിലിയൻസിനെ മറയാക്കിക്കൊണ്ട്, ഹമാസ് ഒളിച്ചു താമസിക്കുന്ന തുരങ്കങ്ങളുടെ മേളിൽ കെട്ടിപ്പൊക്കിയിരിക്കുന്ന ആശുപത്രികളെ അറ്റാക്ക് ചെയ്തപ്പോഴാണ് ഷഹബാസ് ഷെരീഫിന് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതി കുറിക്കേണ്ടി വന്നത്. ആ ഷഹബാസ് ഷെരീഫിന് ഇന്ന് അഫ്ഗാനിസ്ഥാന്റെ ഹോസ്പിറ്റലിലാണ് പാകിസ്ഥാൻ ബോംബ് ചെയ്തത് പറഞ്ഞ വാർത്ത കേൾക്കുമ്പോൾ ഷെരീഫിനൊന്നും പറയാനില്ല, മിണ്ടാട്ടമില്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഈ പോസ്റ്റ് ഇപ്പോൾ വൈറലാണ്. അതായത് ഇവർക്ക് എന്ത് വേണേലും ആവാം. ഇനിയിപ്പോൾ പാകിസ്ഥാൻ ഇതിന് എന്ത് എക്സ്പ്ലനേഷനാണ് കൊടുക്കാൻ പോകുന്നത് നമുക്കറിയില്ല. കാരണം ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തീവ്രവാദികളുടെ ഈ ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച് തീവ്രവാദികൾ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് വൈകാതെ വരാനുള്ള സാധ്യതയുണ്ട്. അത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലാതെ വേറെ ഒരു സൊല്യൂഷനും ഇല്ലല്ലോ. ഈ ഹോസ്പിറ്റലിൽ മരണപ്പെട്ടത് 400-ലധികം ആൾക്കാർ, കുട്ടികൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നിരവധി പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് 300-ൽ പരം ആൾക്കാർക്ക് ഇതിനകത്ത് ഗുരുതരമായ പരിക്കുകളുണ്ട്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു പിക്ചർ വെക്കാം, നിങ്ങൾ നോക്കിക്കോളൂ. ഈ പിക്ചറിൽ ശരിക്കും ഈ ഏരിയയിലാണ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ആ വലിയ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ആ പോർഷനിലാണ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഇനി ഞാൻ ഇതിനെ സൂം ചെയ്ത് ആ ഒരു ഇമേജും കൂടെ കാണിക്കാം. ഇതിനകത്ത് സൂം ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജ് നിങ്ങൾ നോക്കുക. ഇതിനകത്ത് 18 കെട്ടിടങ്ങളുണ്ട്. ഈ 18 കെട്ടിടങ്ങളാണ് ഇതിനകത്ത് അറ്റാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ 18ഉം ബിലോങ്സ് ടു ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ ചെറിയ അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം പ്രിസൈസ് അറ്റാക്ക് അല്ലല്ലോ പാകിസ്ഥാൻ ചെയ്യുന്നത്. അവർക്ക് പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്ക് ചെയ്യാൻ അറിയില്ല. അവർ പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്ക് ചെയ്യാനുള്ള പരിശീലനമൊന്നും ലഭിച്ച ആൾക്കാരല്ല പാകിസ്ഥാനിൽ. അവർക്ക് തോന്നിയ സ്ഥലത്തങ്ങ്
ആക്രമണം നടത്തും. അത്തരത്തിൽ നടത്തിയ ആക്രമണമായിട്ടാണ് ഇതിനെ കണക്കാക്കാൻ പറ്റുന്നത്. ശരിക്കും മൃഗീയമായിട്ടുള്ള ഒരു അറ്റാക്ക് തന്നെയാണ്. ഈ ഇടപെട്ട കാലങ്ങളിൽ പല സ്ഥലങ്ങളിലും യുദ്ധങ്ങൾ നടക്കുന്നെങ്കിലും, റഷ്യ ഉക്രൈനിലെ അറ്റാക്ക് നടത്തുന്നെങ്കിലും, ഇസ്രായേൽ, ഗാസ, ലെബനാൻ, ഇറാൻ എന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിലും അറ്റാക്ക് നടക്കുന്നെങ്കിലും, ഇപ്പൊ അമേരിക്ക ഇറാനിൽ അറ്റാക്ക് നടത്തുന്നുവെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഹോസ്പിറ്റലിൽ, അത് മാസീവ് ആയിട്ടുള്ള 2000 ബെഡ് ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലിൽ ഇത്ര ക്രൂരമായ രീതിയിലുള്ള ഒരു ആക്രമണം ആരും തന്നെ ചെയ്തിട്ടില്ല. അതും 2000 ബെഡ് ഉള്ള ഒരു ഹോസ്പിറ്റൽ എന്ന് പറയത്തക്ക രീതിയിൽ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു സംവിധാനമല്ല ഇത്. ഇതെല്ലാം തന്നെ തട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന, മരം കൊണ്ടൊക്കെ പണിത് വെച്ചിരിക്കുന്ന വളരെ ദുർബലമായ ഒരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിന്റെ ഉള്ളിലാണ് ഈ ഹോസ്പിറ്റൽ സംവിധാനം പ്രവർത്തിച്ചിരുന്നത്. അവിടെ ഞാൻ വെക്കുന്ന ഇമേജിൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഹോസ്പിറ്റൽ മാതൃകയിലുള്ള ബെഡുകൾ, ചെറിയ ചെറിയ ബെഡുകൾ, പഴയ നമ്മളുടെയൊക്കെ ചെറിയ പ്രായത്ത് പഴയ ഹോസ്പിറ്റലുകളിൽ, വലിയ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്ത ഹോസ്പിറ്റലുകളിൽ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ ഇട്ടിരിക്കുന്ന ബെഡുകളുണ്ടല്ലോ, അത്തരത്തിലുള്ള ബെഡുകളാണ് അവിടെയൊക്കെ കിടക്കുന്നത്. അത്തരത്തിൽ പാവങ്ങളായിട്ടുള്ള ആൾക്കാരെയാണ് പാകിസ്ഥാൻ ബോംബിട്ട് കൊന്നിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാന്റെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ദുരിതമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം, ഈ താലിബാനികൾ, ഈ പാകിസ്ഥാൻ രൂപം കൊടുത്ത ഈ തീവ്രവാദ സംഘടനയായിട്ടുള്ള ഈ താലിബാനികളുണ്ടല്ലോ, ഈ താലിബാനികളുടെ ഭരണം അവിടെ വരുന്നതിന് മുമ്പ് ഈ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് മോഡേൺ അഫ്ഗാനിസ്ഥാൻ ആയിരുന്നു. വളരെ മോഡേൺ അഫ്ഗാനിസ്ഥാനായിരുന്നു. ആ മോഡേൺ അഫ്ഗാനിസ്ഥാനെയാണ് മതഭീകരത കുത്തി നിറച്ച് അവിടുത്തെ സ്ത്രീകൾക്ക് ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യം കൊടുക്കാതെ, എന്തിനു ഭേദം പള്ളിക്കൂടത്തിൽ പോലും വിടാത്ത രീതിയിൽ അവരുടെ അവകാശങ്ങളെയൊക്കെ ഹനിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഇസ്ലാമിക നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. അവിടെ കഴിഞ്ഞൊരു 20 വർഷം അമേരിക്കൻ ഇൻവേഷന്റെ സമയത്ത്, അതായത് ഒസാമ ബിൻ ലാഡനെ തപ്പി അമേരിക്ക അവിടെ പോയായിരുന്നല്ലോ. അമേരിക്ക 20 വർഷം അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവിടുത്തെ കുട്ടികൾക്ക് ആ ഗ്യാപ്പിൽ 20 വർഷം പൂർത്തീകരിക്കാൻ പറ്റിയ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഞാൻ അതിനകത്ത് കാണുന്നത്. അമേരിക്കയുടെ അഫ്ഗാനിസ്ഥാൻ ആക്രമണത്തിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു നന്മയുള്ള കാര്യമായിട്ട് ഞാൻ കരുതുന്നത് ആ 20 വർഷം അവിടുത്തെ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കിട്ടി എന്നുള്ളതാണ്. ആ എഡ്യൂക്കേഷൻ കിട്ടിയ കുട്ടികൾ ഇന്ന് പല സ്ഥലങ്ങളിലും കയറി പോയിട്ടുണ്ട്. അവരൊക്കെ പലരും നാട് വിട്ട് പോയിട്ടുണ്ട്. പലരും ഇപ്പോഴും ഒരു പൊതിഞ്ഞു മൂടിയ വസ്ത്രങ്ങളൊക്കെ ഇട്ട് അവരുടെ എഡ്യൂക്കേഷനും അവരുടെ ശരീരത്തോടൊപ്പം പൊതിഞ്ഞു മൂടി വെച്ചിരിക്കുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അവർക്ക് ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ പുറത്ത് കാണിക്കാൻ കഴിയില്ല. കാരണം അവർ ജനിച്ചത് അഫ്ഗാനിസ്ഥാനിലായി പോയില്ലേ. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാതലായ വിഷയം. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വീണ്ടും 20 വർഷങ്ങൾക്ക് ശേഷം താലിബാൻ ഭരണത്തിൽ വന്നു. അവർ ഇതേപോലെ സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യം വീണ്ടും അവർ പറിച്ചെടുക്കുകയാണ് ചെയ്തത്. വീണ്ടും അവരെ പൊതിഞ്ഞു മൂടി വീടിനകത്ത് വെച്ചിരിക്കുകയാണ്. ഇതാണിപ്പം അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പാവങ്ങളായിട്ടുള്ള ജനങ്ങളെയാണ് ഈ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അവർക്ക് ഓൾറെഡി തന്നെ താലിബാൻ എന്ന് പറഞ്ഞ ഒരു സംവിധാനം അവിടെ ഉണ്ട്. അത് തന്നെ ഏറ്റവും വലിയ ക്രൂരതയാണ്, പിന്നെ ഏറ്റവും വലിയ അപകടം പിടിച്ചൊരു സംഗതിയാണ്. അതിനും മേളിലാണ് ഈ പാകിസ്ഥാൻ പോയി അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധം ബിയോണ്ട് താലിബാനാണ്. ഇന്ത്യയുടെ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ബന്ധം അഫ്ഗാനിസ്ഥാൻ ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണ്. അത് അമേരിക്ക അവിടെ ഉള്ളപ്പോഴും ഉണ്ടായിരുന്നു. താലിബാൻ അവിടെ വന്നപ്പോഴത്തേക്കും ഇന്ത്യ വിസമ്മതിച്ചിരുന്നു. ഇന്ത്യയുടെ നയങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടുള്ള താലിബാൻ ബന്ധമാണെങ്കിൽ ആവാം എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യ ഇപ്പം അഫ്ഗാനിസ്ഥാനുമായിട്ട് ഈ ഒരു ബന്ധം സ്ഥാപിച്ചിരിക്കുന്നത്. അവിടെ ഇന്ത്യ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെക്കുന്ന ജനങ്ങൾ, പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻഷിപ്പാണ് അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇന്ത്യക്കുള്ളത്. എനിവേ, പാകിസ്ഥാൻ JF-17 മാർക്കറ്റ് വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് ക്രൂരമായ ആക്രമണങ്ങൾ ഇനിയും നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പുറകിലുള്ളത് ചൈന തന്നെയാണ്. കാരണം ചൈനയാണെങ്കിൽ വെനിസുലയിൽ ചൈനയുടെ ആയുധങ്ങൾ പരാജയം, പാകിസ്ഥാന്റെ ഉള്ളിൽ ചൈനയുടെ ആയുധങ്ങൾ പരാജയം, ഇറാന്റെ ഉള്ളിൽ ചൈനയുടെ ആയുധങ്ങൾ പരാജയം. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലൊക്കെ ഒന്ന് നേടണ്ടേ. അപ്പം പാവപ്പെട്ടവൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് 2 എയർ സ്ട്രൈക്ക് നടത്തിയിട്ട് അറ്റ്ലീസ്റ്റ് ഫൈറ്റർ ജെറ്റിന്റെ ക്രെഡിബിലിറ്റി എങ്കിലും വർദ്ധിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാനെ വെച്ചിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. ഈ ചൈനയുടെ ആയുധങ്ങൾ പരാജയം എന്ന് പറയുമ്പോഴത്തേക്കും അത് സമ്പൂർണ്ണ പരാജയം തന്നെയാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ഈ 4, 3, 5 രൂപയ്ക്ക് പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഈ കമിക്കാസ് ഡ്രോണുകളെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. കമിക്കാസ് ഡ്രോണുകൾ ആർക്ക് വേണമെങ്കിലും ഡ്രോൺ ഉണ്ടാക്കാം. ചൈന കൂടുതലായിട്ട് മാസീവായിട്ട് മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. അവർക്ക് പ്രൊഡക്ഷൻ യൂണിറ്റ് കപ്പാസിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ അവർ മാസ് പ്രൊഡക്ഷൻ നടത്തി ലോകത്തിന് ഭീഷണി ഉയർത്തുന്ന തരത്തിൽ കമിക്കാസ് ഡ്രോണുകളെ നിർമ്മിച്ച് ഇറാന് നൽകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് പറയുമ്പോഴത്തേക്കും അപ്പോൾ ചൈനയുടെ ആയുധങ്ങളൊക്കെ ഭയങ്കര എഫക്റ്റീവ് അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വരരുത്. ഇനി അടുത്ത് നമ്മൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇറാൻ ട്രംപിനെ മോക്ക് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് അമേരിക്ക നടത്തുന്നത് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി അല്ല, ഓപ്പറേഷൻ എപ്പിക് ഫിയർ ആണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവർ എന്ത് തന്നെ പറഞ്ഞോട്ടെ, ഇതിനകത്ത് ഇസ്രായേൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. അവരുടെ ബസീജി, അതേപോലെ തന്നെ IRGCയുടെ ചീഫ് പൊസിഷനിലുള്ള അലി ലാരിജാനി കൊല്ലപ്പെട്ടിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് ഓൾറെഡി ഇസ്രായേൽ കൺഫേം ചെയ്തിട്ടുണ്ട് ഈ വാർത്ത. ഇതിലൂടെ ഇറാന് നഷ്ടപ്പെട്ടിരിക്കുന്നത് അവരുടെ
നെക്സ്റ്റ് കാറ്റഗറി ലെവലിലുള്ള ആളാണ്. ആയത്തുൽ അലി ഖമനേയിക്ക് തൊട്ട് താഴെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഈ അലി ലാരിജാനി. മുജ്തബ ഖമനേയി ആയത്തുല്ല അലി ഖമനേയിയുടെ മകനാണ്. അതിനേക്കാളും ഏറ്റവും കൂടുതൽ പ്രസക്തി ഉണ്ടായിരുന്ന, പൊസിഷനിൽ വളരെ ലൗഡായിട്ടുള്ള വോയിസ് ഉണ്ടായിരുന്ന വ്യക്തിയാണ് അലി ലാരിജാനി. അലി ലാരിജാനി ആയിരുന്നു അവരുടെ IRGCയുടെ ലീഡർഷിപ്പ് കമാൻഡിൻ്റെ ഏറ്റവും തലപ്പത്തുണ്ടായിരുന്ന വ്യക്തി. അപ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇറാൻ നേതൃത്വ നിര ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. ഞാൻ ഇതിന് മുമ്പ് പബ്ലിഷ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ഇറാന്റെ ഉള്ളിൽ പ്രതിഷേധം രൂപപ്പെടാനുള്ള രീതിയിലുള്ള അറ്റാക്കുകൾ ഇനി ഇസ്രായേൽ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പണി ചെയ്യുന്നുണ്ട്. ബെസിജി പോലീസ് ടീമുകൾ എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി മാത്രം നമ്മൾ 3 സ്ഥലങ്ങൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഷിറാസ്, തെഹ്റാൻ, ടബ്രീസ്, ഈ സ്ഥലങ്ങളിലെല്ലാം കൃത്യമായിട്ട് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ 3 സിറ്റികളും ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയതിൽ 300 ബെസിജ് IRGC കോർപ്പുകളെ വധിച്ചിട്ടുണ്ട് ഇസ്രായേൽ. 300 പേരെ ഇന്നലെ മാത്രം തട്ടിക്കളഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം ഈ ബെസിജി നേതൃത്വത്തിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ചീഫ് ഉദ്യോഗസ്ഥനായിട്ടുള്ള അലി ലാരിജാനിയും കൂടി വധിച്ചിട്ടുണ്ട്. ഇറാന് സ്റ്റേറ്റ്മെന്റുകൾ പുറത്തിറക്കാം, പക്ഷേ ഇറാൻ ഉണ്ടാകുന്ന നഷ്ടം ഇറാന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അത് സ്റ്റേറ്റ്മെന്റുകൾ ഇങ്ങനെ സ്പോക്സ് പേഴ്സണെ വെച്ചിട്ട് ഇങ്ങനെ പുറത്തിറക്കിയത് കൊണ്ട് മാത്രം ഒരു യുദ്ധം വിജയിക്കാൻ കഴിയില്ല. അതുപോലെ മറ്റൊരു ചീഫ് കമാൻഡർ ആയിട്ടുള്ള അബ്ദുൾ റസ ഹുസൈനി എന്ന് പറഞ്ഞിട്ട് ലാരിജാനിയുടെ തൊട്ടടുത്തുള്ള ഒരു ഉദ്യോഗസ്ഥനെയും കൂടി എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇറാന്റെ ഉള്ളിൽ 18 ദിവസമായിട്ട് ഇന്റർനെറ്റ് ബ്ലാക്ക് ഔട്ടാണ്. അതുപോലെ തന്നെ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിലൂടെ കടന്നു പോകുന്ന ഇന്റർനെറ്റ് കേബിളിനെ ഇറാൻ ഡാമേജ് വരുത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തരത്തിൽ CIAയുടെ റിപ്പോർട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗൾഫ് മേഖലകളിൽ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും ഇന്റർനെറ്റ് ഡിസ്കണക്റ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട് ഇത് സംഭവിച്ചാൽ. CIAയുടെ റിപ്പോർട്ടാണ് ഇത് പറയുന്നത്. USS ജെറാൾഡ് എന്ന് പറഞ്ഞൊരു കപ്പലുണ്ടല്ലോ, ഈ ഒരു വാർഷിപ്പ് അമേരിക്കയുടെയാണ്. ഇതിപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ അറ്റാക്ക് നടത്തിയതാണെന്നുള്ള ക്ലെയിമാണ് ഇറാനുള്ളത്. പക്ഷേ എന്നിരുന്നാലും രണ്ടിൽ എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ ജെറാൾഡ് എന്ന് പറഞ്ഞ കപ്പലിൽ 2000-ലധികം ക്രൂ മെമ്പേഴ്സ് ഉണ്ട്. അപ്പം ഇവർക്കെല്ലാം തന്നെ കൃത്യമായിട്ട് ലോണ്ടറി കൃത്യമായിട്ട് വാഷ് ചെയ്ത് അവരുടെ പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ 600 ക്രൂ മെമ്പേഴ്സിനെ മറ്റൊരു കപ്പലിലേക്ക് മാറ്റുന്നതായിട്ടുള്ള ഒരു വാർത്തയാണ് വരുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഹൈജീൻ ഇഷ്യൂസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക മുൻകരുതൽ എന്നുള്ള നിലയിൽ മാറ്റുന്നതായിട്ടാണ് അമേരിക്ക പറയുന്നത്. പക്ഷേ ഇറാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഞങ്ങളുടെ ആക്രമണത്തിനെ തുടർന്ന് അവിടെ USS ജെറാൾഡ് എന്ന് പറഞ്ഞ കപ്പൽ ഡാമേജ് ആയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് അവർ അവിടെ നിന്ന് ഈ ഒരു 600 എംപ്ലോയീസിനെ ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള വാർത്തയാണ് ഇറാന്റെ സൈഡിൽ നിന്ന് പറയുന്നത്. ഇതിനകത്ത് രണ്ടിൽ ഏതാണ് സത്യം എന്നുള്ളത് ഇനിയിപ്പോൾ അമേരിക്കയുടെ സെൻകോം തന്നെ പുറത്ത് പറയേണ്ടി വരും. അമേരിക്കയുടെ സെൻകോം പറഞ്ഞാലേ നിങ്ങൾ വിശ്വസിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. പ്രത്യേകിച്ച് അമേരിക്ക പോലത്തെ ഒരു ഡെമോക്രാറ്റിക് രാജ്യത്തിൽ കൂടുതൽ കാലം കള്ളത്തരം പറഞ്ഞ് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, അത്രയേ ഉള്ളൂ അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് സെൻകോം ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാളെ തിരുത്തി പറയാൻ പറ്റത്തില്ല. കാരണം പിന്നീട് ഡെമോക്രറ്റുകൾ വരുമ്പോഴത്തേക്കും അതൊരു ഒഫൻസീവ് ആയിട്ടുള്ള മാറ്ററായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് എടുക്കും. ഇങ്ങനെ പല നൂലാമാലകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് സെൻകോമിൻ്റെ റിപ്പോർട്ട് വന്നാലേ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് USS ജെറാൾഡിൽ നിന്നും 600 എംപ്ലോയീസിനെ അവർ ഷിഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ക്ലാരിറ്റി ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു വാർത്തയുണ്ട്. റോയിട്ടേഴ്സ് ഒരു റിപ്പോർട്ട് എഴുതിയിട്ടുണ്ട്. റോയിട്ടേഴ്സിൻ്റെ റിപ്പോർട്ടിന് ഞാൻ വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. എന്നാലും ഇതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത് അറബ് രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് അമേരിക്ക എടുത്ത് വെച്ചിരിക്കുന്ന റിക്വസ്റ്റ്, അതായത് നിങ്ങൾ ഏതായാലും യുദ്ധം തുടങ്ങി, അടിച്ചതോ അടിച്ച്, ഞങ്ങൾക്കെതിരെയും ഞങ്ങളുടെ രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കെതിരെയും ഇറാൻ കുറേ ആക്രമണങ്ങളൊക്കെ നടത്തി കഴിഞ്ഞു, ഇനിയും അവർ തുടർന്ന് നടത്തും. പക്ഷേ ഇത് പകുതിക്ക് വിട്ടിട്ട് പോകാൻ പറ്റില്ല. പകുതിക്ക് വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഇറാന് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഓപ്ഷൻ കൊടുക്കുകയാണ്. അവർക്ക് ഏത് നേരത്തെ വേണമെങ്കിലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു പവറാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ റെജീം ഇനി അവിടെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇറാനെ പൂർണ്ണമായിട്ട് അടിച്ച് ഫിനിഷ് ചെയ്ത് ഈ യുദ്ധത്തിന് കൃത്യമായിട്ടുള്ള ഒരു ക്ലിയർ കട്ട് ഫിനിഷിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടതായിട്ടാണ് വാർത്തകൾ വരുന്നത്. റോയിട്ടേഴ്സാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പ്രോ ഇറാനിയൻസ് ഒരിക്കലും ഇത് അനുവദിച്ചു കൊടുക്കുന്നതല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് അറിയാം, കാരണം അവരാണല്ലോ ഈ ഡ്രോണും മിസൈലൊക്കെ ഏറ്റുവാങ്ങുന്നതും അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നതും. നമ്മളുടെ നാട്ടിൽ കിടക്കുന്ന പ്രോ ഇറാനിയൻസിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവർക്ക് ഈ സുന്നി രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജോലിയും ബിസിനസ്സും കച്ചവടവും കാര്യങ്ങളൊക്കെ ആവാം. പക്ഷേ അവർക്ക് ഒരിക്കലും അമേരിക്കയോടൊപ്പം നിൽക്കുന്ന നിലപാടെടുക്കാൻ പറ്റില്ല. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, അത് സുന്നി രാജ്യങ്ങൾക്ക് ആ നിലപാടുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ പ്രോ ഇറാനിയൻസിന് ആ നിലപാടെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം അവർ വല്ലാത്ത വേറൊരു ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അതാണ് ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എനിവേ, ഇതൊക്കെയാണ് നിലവിലെ അഡീഷണൽ ഡെവലപ്മെന്റ്സ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.